കടക്കാം. നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി വാക്യം വായിക്കുന്നു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആമേൻ. ഇതിൻ്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആമേൻ, സ്തോത്രം. ലോകത്തിൽ വെച്ച് ഇവനെപ്പോലെ ശക്തനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ വെച്ച് ശക്തരിൽ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. മക്കളില്ലാതിരുന്ന സ്തോത്രം മനോഹ ദമ്പതികൾക്ക് ഏറിയ കാലത്തിനു ശേഷം ദൈവം കൊടുത്തൊരു മകനായിരുന്നു ശിംശോൻ. ആമേൻ. അവൻ ശക്തനായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മയോടും അവൻ്റെ അപ്പനോടും അവനോടും സ്വർഗത്തിലെ ദൈവം നിർദ്ദേശിച്ചിരുന്ന ചില വാഗ്ദത്തങ്ങളുണ്ടായിരുന്നു. ആമേൻ. അത് സ്വന്തം ജീവപര്യന്തം അവർ കാക്കേണ്ടതായിരുന്നു. ആ ഭാഗത്തിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവനോട് പറയുന്നത്, നിന്റെ മഹാശക്തി ഏതിലാണെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണം. കേട്ടോ പ്രിയമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടുള്ള ഒരു ആലോചനയായത്. സ്തോത്രം. നീയോ നിന്റെ അധികാരമോ ദേശത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശംസയോ സ്തോത്രം സാമ്പത്തികമായ ഭദ്രതയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല ശത്രുവായ പിശാച് നോക്കുന്നത്. നീ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ആ ഒരു ദൈവകൃപയുണ്ടല്ലോ, അതാണ് സാത്താൻ്റെ നോട്ടം. അതിനെ ചോർത്തിക്കളയത്തക്ക നിലവാരത്തിലാണ് പിശാച് പ്രവർത്തനം. പല വഴികൾ കൊണ്ടുവരും, പല വഴികൾ. സാമ്പത്തികത്തിൽ നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം അടുത്ത പദ്ധതി എന്ന് പറഞ്ഞ സ്ത്രീപരമായ വിഷയത്തിൽ നിന്നെ ഒതുക്കാൻ ശ്രമിക്കും. അതും പോരായെങ്കിൽ ലോകത്തിൻ്റെതായ പല ഇമ്പങ്ങളുണ്ട്, അതിലെല്ലാം ഇട്ട് നിന്നെ ഒതുക്കാൻ ശ്രമിക്കും. അഹങ്കാരം ഹൃദയത്തിൽ കൊണ്ടുവരും, നിഗളഭാവം ഹൃദയത്തിൽ കൊണ്ടുവരും, ഞാനെന്ന ഭാവം. ഇതൊക്കെയും സാത്താൻ അനുദിനവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ വർക്കൗട്ടാകാതിരിക്കുക അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പല നിലവാരത്തിലും. ഇവിടെ ഇവനോട് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, നിന്റെ മഹാശക്തി ഏതിൽ നിന്നാകുന്നു? ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടും ആ ശക്തി ഒന്ന് ചോർത്തിക്കളയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നീ എന്നോട് പറഞ്ഞു തരണം, നീ എന്നോട് പറഞ്ഞു തരണം. കേട്ടോ പ്രിയമക്കളെ, ഈ ലോകത്തിലെ ദൈവമെന്ന് പറയുന്ന സാത്താൻ നമ്മളിൽ നോക്കുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്നത് ദൈവകൃപയാ. കേട്ടോ, നിന്റെ അഴകോ ആരോഗ്യമോ നിന്റെ സൗന്ദര്യമോ നിന്റെ ഉയര കൂടുതലോ കുറവോ കളറോ നിറമോ ഒന്നും പിശാചിന് പ്രശ്നമല്ല. പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ, അത് സാത്താന് പ്രശ്നമാണ്. നിന്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും ആരാധനയിലും സർവശക്തനായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവകൃപ, അതിന് എന്നേക്കുമായിട്ട് ചോർത്തിക്കളയുവാൻ ശ്രമിക്കുന്ന സാത്താന്യ വ്യാപാരത്തെക്കുറിച്ചാണ് ഇന്ന് വൈകിയ സമയം നമ്മൾ ചിന്തിക്കുന്നത്. ഈ രാത്രികാലം തിരിച്ചറിഞ്ഞു കൊള്ളട്ടെ, അതിന് ഏതു വിധേനയും ഉറപ്പിച്ചു നിർത്തട്ടെ. അപ്പോ ഇവൻ പല വഴികളും അവൾക്ക് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. പക്ഷെ ഈ വഴികളൊക്കെയും അവൻ ആദ്യം പറഞ്ഞതെല്ലാം വ്യാജമായിരുന്നു. പക്ഷേ യഥാർത്ഥമായ ഒരു വഴി അവനിൽ നിന്ന് പുറത്തെടുക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥമായൊരു വഴി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്നും അനുദിനവും നമ്മൾ പ്രാർത്ഥിക്കുന്ന രാത്രിയിലെ പ്രാർത്ഥനയിലാണ് ഒരു ദൈവകൃപ, ദൈവശക്തി, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നതെങ്കിൽ അതിനെ നിർത്തലാക്കാൻ പിശാച് ശ്രമിക്കും. കേട്ടോ, വെളുപ്പിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് ഒരു ദൈവശക്തി ആ പട്ടണത്തിൽ, ദേശത്തിൽ, ചുറ്റുപാടുകളിൽ വ്യാപരിക്കുന്നതെങ്കിൽ അതിനെ നിർത്തിക്കളയാൻ സാത്താൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ആത്മീകമായിട്ട് നമ്മൾ ഉയർന്നു വരുന്നതും ദേശശക്തികൾ ഭയപ്പെടുന്നതും ഏതു സമയത്തിലുള്ള, അത് ഏത് സാഹചര്യത്തിലുള്ള പ്രാർത്ഥനകളിലാണെങ്കിൽ അതിനെ നിർത്തിക്കളയാൻ സാത്താൻ ശ്രമിക്കും.
കേട്ടോ പ്രിയമക്കളെ, ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവന് വാസം ചെയ്യുന്ന തലത്തിൽ അവന് തടസ്സമായി വരുന്ന പ്രാർത്ഥനകളെ വിരോധിക്കുക. അവനവിടെ വസിക്കണം, അവനവിടെ അധികാരം നടത്തണം, അവനവിടെ പ്രവർത്തിക്കണം. ദൈവജനത്തെ മുമ്പിലേക്ക് വിടരുത്, ദൈവജനത്തെ തകർക്കണം, തടുക്കണം. നീ ഉയരുവാൻ സാത്താൻ അനുവദിക്കുകയില്ല. അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ ബുദ്ധിയെ ഒന്ന് ഉണർത്തണം, ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എവിടെയാണ് ഞാൻ വീണ് കിടക്കുന്നത്, എവിടെയാണ് ഞാൻ ഉടഞ്ഞു പോയിരിക്കുന്നത്, എവിടെയാണ് കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികമായിട്ട് പ്രാർത്ഥനയിൽ കുറഞ്ഞിരിക്കുന്നത്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം അവനെ ജയിപ്പാൻ തക്ക വിധം ആത്മശക്തിയോടെ ഇവന്ന് എഴുന്നേറ്റ് വരുവാൻ സർവശക്തനായ ദൈവം തന്റെ ജനത്തെ ബുദ്ധി ഉപദേശിക്കുകയാണ്. കാരണം അനുദിനം, ഒരു ദിവസം മാത്രമല്ല, അനുദിനവും ഇനി ഒരു മനുഷ്യനോടുള്ള ഒരു നീരസമാണ് നമ്മുടെ ഹൃദയത്തിൽ ശത്രു വിതച്ചിട്ട് എന്നെന്നും നമ്മളെ ആ തലത്തിലാക്കി തീർക്കാനാണെങ്കിൽ അനുദിനവും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും. ഒരു മനുഷ്യരുടെ വഴക്കോ വെറുപ്പോ വിദ്വേഷമോ ഇതൊക്കെ കൊണ്ടുവന്നിടും. എന്നും ആ ചിന്തകൾ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്താണ് ഇവന്റെ പ്രവൃത്തി എന്നറിയാമോ? നീ ആത്മീകത്തിൽ വളരരുത്, നീ ആത്മീകത്തിൽ ഉയരരുത്. നിന്റെ ആത്മീക ജീവിതം ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്, ഇല്ലേ? ഇതിലെല്ലാം ഇരിക്കുന്ന വചനം വിളിച്ചു പറഞ്ഞ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും, ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇത് നടക്കരുത്. ആദ്യത്തെ പ്രവൃത്തി ദൈവത്തിന്റെ ഇഷ്ടം അവിടെ നടക്കാതിരുന്നാൽ ബാക്കിയുള്ളതെല്ലാം നടക്കത്തില്ലെന്ന് സാത്താൻ അറിയാം. സ്വതന്ത്രം ദൈവത്തിന്റെ ഇഷ്ടം അവിടെ വെച്ച് മാറ്റപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം തകരപ്പെടുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ പിടിക്കുന്നത് ആ തലത്തിലാ. ഇവള് ചോദിക്കുന്നത് നിന്റെ ആരോഗ്യം ഏതിൽ നിന്നാണെന്നല്ല. ശിംശോൻ ഇവളോട് സത്യം പറഞ്ഞപ്പോൾ ഇവനിൽ നിന്ന് ദൈവശക്തി നഷ്ടപ്പെട്ടു. പക്ഷെ ശിംശോന്റെ ശരീരത്തിൽ 50 ഗ്രാം ആരോഗ്യം നഷ്ടപ്പെട്ടില്ല. അവന്റെ വെയിറ്റ് കുറഞ്ഞു പോയതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അവന്റെ ആരോഗ്യം കുറഞ്ഞ് ശേഷം മനുഷ്യനായി, അല്ലെങ്കിൽ ശോഷിച്ചു പോയൊരു മനുഷ്യനായി എന്ന് പറയുന്നില്ല, അസ്ഥിക്കൂടമായെന്ന് പറയുന്നില്ല, എല്ലും തോലുമായി പറയുന്നില്ല. അവന്റെ ആരോഗ്യം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പഴയതുപോലെ ആ ശക്തി എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുന്നില്ല. പ്രൈസലോ. പഴയതുപോലെ ശക്തി വെളിപ്പെടുന്നില്ല. കാണുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ കാണും. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, ശാരീരികമായിട്ടൊരു കുഴപ്പമില്ല. ആഹാരം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നടക്കുന്നതിനും പോകുന്നതിനും ഒരു കുഴപ്പമില്ല, അധ്വാനിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ചിലത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നില്ല. ചിലത് നമ്മൾ ദൈവമായിട്ട് ബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കണക്റ്റഡ് ആകുന്നില്ല. എന്തോ ഒരു കുഴപ്പം. സ്വന്തം മണിക്കൂറുകൾ ദൈവത്തിൽ ഇരുന്നാലും എഴുന്നേക്കുമ്പോൾ നിരാശ മാറുന്നില്ല. മണിക്കൂറുകൾ ദൈവത്തിൽ ഇരുന്നാലും മുഖം വാടാതെ വണ്ണം എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മുഖം വാടിപ്പോകുകയാണ്. കാരണം ദൈവമായിട്ടുള്ള ബന്ധം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരവിന്റെ ഒരു രാത്രികാലമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അപ്പന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ നിന്റെ മുഖം വാടിപ്പോകാതെ വണ്ണം, ഹൃദയം ക്ഷീണിച്ചു പോകാതെ വണ്ണം, ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു ഉറപ്പ് ലഭിച്ച് നീ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ആത്മാവ് നിന്നോട് കൂടെ ഉണ്ട്, പരിശുദ്ധ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതല്ല, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. ഒരു ആത്മബലം നമുക്ക് കിട്ടുന്നില്ല. നമ്മളെ ഹൃദയം ക്ഷീണിക്കുകയാ. നമ്മുടെ മുഖം വാടുകയാ. കാരണം എന്താ? ദൈവം പ്രസാദിക്കുന്നില്ല, ദൈവം അകന്നു നിൽക്കുന്നു, ദൈവികമായ ശക്തി നമുക്ക് വ്യാപരിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ചോദിക്കുന്നതിന്റെ മഹാശക്തി ഏതിലാണ്? നമ്മുടെ ജീവിതത്തിലുള്ള ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയാൻ പല പ്രതിഭാസങ്ങളും ശത്രു ജീവിതത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ ബുദ്ധിയോടെ അതിനെ വിരോധിച്ച് ജയിക്കുന്നവന്റെ പേരാണ് ഭക്തൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിനെ ജയിക്കാൻ പോകുകയാ. കേട്ടോ, ശത്രു വിതച്ചിട്ടിരിക്കുന്ന വിത്ത് കാലുകൊണ്ട് ചവിട്ടി അതിനെ മെതിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിത്ത് വളരുവാൻ തക്ക വിധം ആത്മബലം ധരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒരു രാത്രികാലമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നീ തളരരുത്, നീ ക്ഷീണിക്കരുത്. ബുദ്ധിയുള്ള ആരാധനയാൽ ദൈവസന്നിധിയിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് നീ ആ വിഷയത്തെ ജയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ശിംശോനിൽ നിന്നും ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. ഇവര് നോക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഇവളെന്തുകൊണ്ടാണ് നിന്നിൽ നിന്നുള്ള മഹാശക്തിയെ കുറിച്ച് പറയുന്നത്? ഇവൻ ചില സമയങ്ങളിലൊക്കെ നോർമൽ മനുഷ്യനാണ്. ചില സമയത്ത് ഇവന്റെ മേൽ ആത്മാവ് വരും.
ആമേ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമേ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവൻ ഒരു കഴുതയുടെ പച്ച താടിയല് കൊണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. മതി. ഇവൻ ലേഹിയിൽ എത്തിയപ്പോ ഫിലിസ്ത്യർ ഇവരെ കണ്ട് അങ്ങനെ ആർക്കുകയാണ്. കിട്ടിയടാ, ശത്രുവിന് നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിസ്ത്യ ശക്തികൾ അവനെ കണ്ടപ്പോൾ ആർത്തു. എത്ര പേരുണ്ടായിരുന്നറിയോ? 1000കണക്കിന് പേരുണ്ടായിരുന്നു. 1000 പേരോടെ പട്ടുപോയെന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു. ഒരു മനുഷ്യന്, ഒറ്റ മനുഷ്യന്. ഹല്ലേലൂയ. ഇവന്റെ കയ്യില് ആയുധമെന്ന് പറയാനൊന്നുമില്ല. ആയുധമെന്ന് പറയാൻ വാളോ വേലോ കുന്തമോ സ്വോത്രം ഒന്നും തന്നെയില്ല. ആകെ കൂടി കിട്ടിയത് ഒരു കഴുതയുടെ പച്ച താടിയല്ല. വഴുവഴുപ്പ് നിറഞ്ഞ ഒരു പച്ച താടിയല് മാത്രമാണ് അവന്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവൻ സാധാരണ കഴിഞ്ഞ സമയം കണ്ടപ്പോൾ ഇവൻ നോർമൽ മനുഷ്യനായിരുന്നു. പക്ഷെ ഇവനിൽ എന്തോ എന്ന് വരുന്നുണ്ട്, ഒരു ശക്തി വരുന്നുണ്ട്, ഒരു ശക്തി വരുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ സ്തോത്രം ചതി അല്ലെങ്കിൽ കെണി എന്ന് പറയുന്നത്, ഇവൻ ശക്തനായിരുന്നു. പക്ഷെ ഈ ശക്തിയോടൊപ്പം പരിജ്ഞാനവും വിവേകവും ജ്ഞാനവും സ്നേഹവും ഒന്നും പ്രാപിപ്പാൻ ഇവൻ ശ്രമിച്ചില്ല. ഹല്ലേലൂയ. പുതിയ നിയമ ദൈവസഭയോട് ഇത് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, നിങ്ങൾ ഇതൊക്കെയും പ്രാപിക്കണം. ഇന്ദ്രിയത്തിൽ ജയം എന്ത് ചെയ്യണം? പ്രാപിക്കണം. ശക്തി വേണം. യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ ലഭിക്കുന്നത്? ശക്തി കിട്ടും. ആരോഗ്യം കിട്ടുന്നതാണോ? ശക്തി വരും, ശക്തി വരും. ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ ആളുടെ അകത്തളത്തിൽ നിന്ന് ഒരു ദൈവശക്തി പുറത്തു വരും. അത് ധൈര്യമായി പരിണമിക്കും, പരിജ്ഞാനമായി പരിണമിക്കും, ഇന്ദ്രിയ ജയമായി പരിണമിക്കും, സ്നേഹമായി പരിണമിക്കും, ജ്ഞാനമായി പരിണമിക്കും. ഇതെല്ലാം ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരും. എന്ത് വരുമ്പോൾ? ഈ ശക്തി വരുമ്പോൾ. ആ വാക്യം ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഒരു കാര്യം പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാൻ, നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. ഒന്ന്, ഭയം മാറും. നിന്നിൽ ഭയം മാറും. നമ്മളിപ്പോൾ പറയും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നൊക്കെ തന്നെ പറയും. പക്ഷെ ആളുകളെ, വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പുസ്തകവും എടുത്തുകൊണ്ട് ആരാധനക്ക് പോരുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ സ്നാനപ്പെട്ടൊരു ദൈവ പൈതല, ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ അളവ് നിന്റെ ജീവിതത്തിൽ 0 സ്തോത്രം. നിന്നിൽ ഫസ്റ്റ് സംഭവിക്കുന്നത്, ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പിൽ വെച്ച് പോലും പത്രോസ് യേശുവിനെ എന്ത് ചെയ്യുക? തള്ളിപ്പറയുക. ധൈര്യം ക്ഷയിച്ചു പോയൊരു മനുഷ്യൻ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, സ്തോത്രം, നിങ്ങൾക്ക് ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. പിന്നത്തേതിൽ പൗലോസിനെ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അവനെ കണ്ടിട്ട് പലരും അതിശയിച്ചു. അവന്റെ ധൈര്യം കാണുകയാലും പഠിപ്പില്ലാത്തവരും സാമാന്യരുമെന്ന് ഗ്രഹിക്കുകയാലും അവര് ആശ്ചര്യപ്പെട്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. ഈ ആത്മാവ് പല സമയങ്ങളിലായിട്ട് ആരുടെ മേൽ വരുന്നുണ്ട്? ശിംശോന്റെ മേൽ വരുന്നുണ്ട്, ശിംശോന്റെ മേൽ വരുന്നുണ്ട്. ഇത് കണ്ട് ഫിലിസ്ത്യർക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, ഇവനിൽ ഏതോ ഒരു സമയങ്ങളിലെല്ലാം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ശക്തി ലഭിക്കുന്നുണ്ട്, ശക്തി ലഭിക്കുന്നുണ്ട്. കേട്ടോ പ്രിയമക്കളെ, നമ്മളെ കാണുമ്പോൾ സാധാരണക്കാരാണ്, ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കാരാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ഒരു ജീവനക്കാരനാണ്, അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അപ്പനുമായി ബന്ധം പുലർത്തുമ്പോൾ നീ ഒരു സാധാരണമായ നിലവാരത്തിലല്ല, ഒരു ദൈവശക്തിയുടെ ഉടമസ്ഥനായി തീരുന്നു എന്ന് സാത്താൻ കാണുന്നത് നിമിത്തം, പിശാച് കാണുന്നത് നിമിത്തം ആ ഒരു മേഖലകളിലേക്ക് നിന്നെ നടത്താതെ വണ്ണം പല ദിവസങ്ങളായിട്ട് നിന്നെ തടുക്കുമ്പോൾ, ഇന്ന് രാത്രികാലം അതിനെ വിരോധിച്ചുകൊണ്ടെന്ന് എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തോട് ബുദ്ധി ഉപദേശിക്കുകയാ. അവന് നീ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്നത് ഇഷ്ടമല്ല. ഈ ശക്തി നീ പ്രാപിക്കരുത്. എവിടെ നിന്നാണ് ഈ ശക്തി നീ പ്രാപിക്കുന്നത്? ദൈവസന്നിധിയിൽ ഇരുന്നാണെങ്കിൽ, പ്രാർത്ഥനയിൽ ഇരുന്നാണെങ്കിൽ, ഉപവാസത്തിൽ ഇരുന്നാണെങ്കിൽ അതിനെ ഇവൻ തടുക്കും.
അതിനെ ഇവൻ തടുക്കും, അതിനെ ഇവൻ വിരോധിക്കും. വളരെ ശ്രദ്ധിക്കണം. എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഉപവാസ പ്രാർത്ഥന കർത്താവ് അനുവദിച്ചെന്നാൽ നമ്മൾ സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 28-ാം തീയതി വരെ 21 days ഫാസ്റ്റിംഗ് പ്രെയർ നമ്മൾ സ്തോത്രം ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ 21 ദിവസവും സഭയായിട്ട് 21 മുതൽ 28 വരെ സ്തോത്രം 7 ദിവസവും ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നമ്മൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുക. അപ്പം ഞാൻ ഇതിന് പറയാൻ കാരണം, ഉപവാസം എടുക്കുമ്പോൾ സ്വന്തം കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയ സമയം വേർതിരിക്കുമ്പോൾ ഒരിക്കലുമില്ലാത്ത തിരക്കുകൾ പല സമയങ്ങളിലായിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലുമില്ലാത്ത തിരക്കുകൾ സ്വന്തം ഹോസ്പിറ്റൽ കേസുകൾ, അല്ലെങ്കിൽ മറ്റു വിവിധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഓട്ടവും തിരക്കുമായിട്ട് സ്വന്തം പോകേണ്ട ചില സാഹചര്യങ്ങൾ. ഇത് വെറുതെ വന്ന് വീഴുന്നതല്ല. സ്വന്തം നാം എവിടെ ഇരുന്നാണ് ഇത് പ്രാപിക്കാതിരിക്കാൻ ശത്രു പലവിധമായ തടസ്സങ്ങൾ ജീവിതത്തിന്റെ മേഖലകളിൽ കൊണ്ടുവന്നിടും. കേട്ടോ പ്രിയമക്കളെ, നീ ദൈവശക്തി എന്ത് ചെയ്യരുത്? പ്രാപിക്കരുത്. അതിൽ നീ ശക്തിപ്പെടരുത് എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. ഇവിടെ കാണാൻ സാധിക്കുന്നത് ശിംശോന്റെ മേൽ ഇടക്ക് ഈ ആത്മാവ് വരും. ദൈവസന്നിധിയിൽ അവൻ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന സമയത്തൊക്കെയും ഈ ആത്മാവ് ഇവന്റെ മേൽ വരും. ഇവൻ ശക്തിപ്പെടുവാനിടയായിത്തീരും. കേട്ടോ, പുതിയ നിയമ ദൈവസഭയിലെ മക്കളെ, നമ്മളിൽ ഈ ശക്തി കിട്ടുന്നത് പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം, 12-ാം മണി നേരം എന്നൊക്കെ അപ്പോസ്തലന്മാര് ഒരു ടൈം ടേബിൾ കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൗലോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൗലോസ് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്വന്തം ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കണം. പല സ്ഥലങ്ങളിലും ഇതിനെ ബേസ് ചെയ്ത് കാണിക്കുന്നത് എന്താ പറയുമോ? ഒരു ശക്തി. ഇത് കുറഞ്ഞു പോകരുത്, നീ വർദ്ധിച്ചു വരണം. ഇതിലാണ് നിന്റെ ദൈവശക്തി ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് ആത്മീക ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ശത്രു തടുത്തു വെക്കുന്നത് പ്രാർത്ഥനയ്ക്കിരുത്താതെ വണ്ണം. മറ്റു മേഖലകളിലൂടെ എല്ലാം കടന്നു പോകാൻ കഴിയും. പക്ഷേ പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ, ആത്മശക്തി ഏറ്റെടുക്കേണ്ട മനുഷ്യൻ, ആത്മകൃപ ഏറ്റെടുക്കേണ്ട മനുഷ്യൻ ഇതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞിട്ട് മറ്റു മേഖലകളിലേക്ക് കടന്നു പോകുകയാണ്. അതിലേക്കൊന്ന് മടങ്ങി വരണം. ഈ ശക്തി കൊണ്ട് മാത്രമേ ശത്രുവിന് നിനക്ക് വിരോധിക്കാൻ പറ്റത്തുള്ളൂ, അവനെ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നീ വീഴും, അല്ലെങ്കിൽ നീ തകരും. കണ്ടോ? ഈ പെൺകുട്ടി ഇവനെ അസഹ്യപ്പെടുത്തുകയാണ്. നിന്റെ ശക്തി ഏതിലാണ്? നിന്റെ ആരോഗ്യം എവിടെ നിന്നാണെന്നല്ല, നീ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്നല്ല, നിന്റെ റേഷൻ എന്താണെന്നല്ല ചോദിക്കുന്നത്. നിന്റെ ഈ മഹാശക്തി എവിടെ നിന്നാ? അതാണ് അവൾക്ക് അറിയേണ്ടത്. കേട്ടോ പുതിയ മക്കളെ, ഈ പിശാച് നമ്മുടെ ഈ ദേശത്തെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന സാത്താൻ നോക്കുന്നത് നീ എവിടെ നിന്നാണ് ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ പ്രാപിക്കുന്നത്. ഇവനില്ലാത്തതൊന്നായിരുന്നു. 2 പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 5-6-7 വാക്യം ഒന്ന് വായിച്ചേ. 5-6-7 വാക്യം, 8-ാമത്തെ വാക്യവും വായിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 5 മുതൽ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ 2 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞത്. അത് നിമിത്തം അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. അടുത്ത വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഈ ശിംശോൻ ഇല്ലാതെ വന്നത് ഇന്ദ്രിയ ജയം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയ ജയം നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വമായിരുന്നു ശിംശോൻ. അവനെ ഈ സ്ത്രീ പലതിലും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പുതിയ നിയമ ദൈവസഭയോട് പത്രോസ് എഴുതി വെച്ചു, സഹോദരപ്രീതിയോട് സ്നേഹം, ഭക്തി, ഇന്ദ്രിയ ജയം, ഇതൊക്കെ നിങ്ങൾ കൂട്ടിക്കൊള്ളണം. സ്ഥിരത, എടുക്കുന്ന കാര്യത്തിൽ ഇവൻ സ്ഥിരത ഉള്ളവനായിരുന്നില്ല. പലതിലും അവൻ വീണുപോയി. പലവിധമായ വീക്കെൻഡ്സ് അവന്റെ ജീവിതത്തിൽ വന്നു വീഴാനിടയായിത്തീർന്നു. കാരണം ശത്രു അവനെ അത്രത്തോളം മാനസികമായിട്ട് ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. കേട്ടോ, മാനസികമായിട്ട് സാമ്പത്തികമായിട്ടൊരു ഭാരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ബാധിക്കുന്നത് മനസ്സിനെ ആദ്യം ബാധിക്കും. പിന്നത്തിൽ പ്രാർത്ഥനയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ പലരോടും പറയുന്നുണ്ട്, നിങ്ങൾ സാമ്പത്തികമായിട്ടൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ മീതക്ക് മീതെ കവർ ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തടുക്കുക എന്നുള്ളതാണ്.
പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കും, പക്ഷെ ചിന്ത മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുകയാണ്. കടക്കാരന്റെ മുഖം, ബാങ്കിന്റെ മുഖം, അങ്ങനെയുള്ള പല മുഖങ്ങളും ജീവിതത്തിൽ കടന്നിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മളെ തകർത്തു കളയുന്ന ഒരു വ്യാപാരം. കേട്ടോ പ്രിയമക്കളെ, അതിനുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിച്ചിരിക്കണം, വിവേകം നിങ്ങൾ പ്രാപിച്ചിരിക്കണം. അതിനെ മറികടക്കത്തക്ക നിലവാരത്തിലുള്ള പ്രാർത്ഥന, ഉറപ്പുള്ള ഒരു തീരുമാനം, സ്ഥിരതയോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനത് ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ പോകത്തില്ല, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തിന്റെ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആമേൻ. ഇവന്റെ ജീവിതം നമുക്കൊന്ന് വായിക്കാം. 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു, നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. ഇങ്ങനെ അവൾ ദിവസം പ്രതി വാക്കുകളാൽ അവനെ ബുദ്ധിമുട്ടിച്ച് എന്ത് ചെയ്തു? അവൻ വ്യസന പരവശമാക്കി തീർത്തു, മരിപ്പാൻ തക്കവണ്ണം. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ആമേൻ. എങ്ങനെയാണ് പിശാച് പ്രവർത്തിച്ചത്? ദിനം പ്രതി, എല്ലാ ദിവസവും കേട്ടോ പ്രിയ മക്കളെ. നമ്മൾ കർത്താവിന്റെ ദാസൻ ഇവിടെ സങ്കീർത്തനത്തിൽ നിന്ന് 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമെടുത്ത് നമ്മളോട് അല്പമായിട്ടൊന്ന് താൻ ചിന്തിപ്പിച്ചു. നമ്മളുടെ എല്ലാ പ്രവർത്തികളും കാണുന്ന ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം അവന്റെ കൺപോളകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദർശിക്കുന്നുണ്ട്. അപ്പൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ യോബിനെ സ്വർഗത്തുള്ള ദൈവം എന്നും നോക്കുന്നുണ്ട്. പക്ഷെ യോബിനെ മറ്റൊരുത്തന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേരാണ് സാത്താൻ. സാത്താനോട് യഹോവയായ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചത് ദൈവം കണ്ടു, ദൃഷ്ടി വെച്ചു. അപ്പൊ ഇവന്റെ നോട്ടം, ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ ഇവൻ ആധിക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ഇവൻ ആ മേഖലകളിലേക്ക് കടത്തി വിടരുത്. അനുദിനവും ദിവസം പ്രതി മാനസികമായിട്ട് ബുദ്ധിമുട്ടുളവാകത്തക്ക തലത്തിൽ ഒന്നിനു മീതെ ഒന്നൊന്നായി ശത്രു നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും. തിരിച്ചറിയണം പ്രിയമക്കളെ, പല രീതിയിലായിരിക്കാം, പല വിഷയങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം, ബാധ്യതകളായിരിക്കാം, ആത്മീക ജീവിതത്തിലെ പോരായ്മകളായിരിക്കാം, പ്രാർത്ഥനയിലെ കുറവുകളായിരിക്കാം, ആരാധനയിലെ കുറവുകളായിരിക്കാം, വിദ്വേഷമായിരിക്കാം, വഴക്കായിരിക്കാം, പകയായിരിക്കാം, പിണക്കമായി, ഇതൊക്കെയും അനുദിനവും ഓർക്കുമ്പോൾ നിനക്ക് അതിനെ കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഈ വിഷയങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നീ അവിടെ ഡൗൺ ആകുക. എന്തിനു വേണ്ടിയാ? ഇത് ആരുടെ തന്ത്രമെന്നറിയോ? പിശാചിന്റെ തന്ത്രമാ പ്രിയമക്കളെ. നീ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എങ്കിൽ ഇന്ന് അത് അഴിയണം. കേട്ടോ, ഇന്ന് ചില കുടുക്കുകളും കെട്ടുകളും പരിശുദ്ധ ദൈവം അഴിച്ചു മാറ്റുന്ന രാത്രികാലമാണ്. നിന്റെ ആത്മീക ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിന്നെ പലവിധമായ മേഖല കെട്ടിക്കിട്ടിരിക്കുന്ന കെട്ട് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതിൽ നിന്ന് നീ റിലീസിംഗ് ആകാതെ നിനക്ക് രക്ഷയില്ല. ശിംശോനെ, നീ എത്ര ശക്തനാണെന്ന് പറഞ്ഞെന്നാലും നീ ഒരു ശേഷം മനുഷ്യനെ പോലെ ആയിത്തീരുവാൻ ഇടയായിത്തീരുമെന്ന് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേട്ടോ പ്രിയമക്കളെ, നമ്മൾ അറിയത്തില്ല. ആത്മാവ് നമ്മളെ വിട്ടുപോകുന്നത് ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഒരു ഭാഗത്ത് യെശയ്യാവ് പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? അറിഞ്ഞിട്ടില്ല. പ്രകാശം വന്നത് അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ വിളിച്ച് അറിയിച്ചു കൊടുക്കത്തക്ക നിലവാരത്തിൽ സ്തോത്രം അവനോട് പറയുകയാണ്, നിന്റെ മേൽ പ്രകാശം വന്നിട്ടുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക. അറിഞ്ഞില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കാണാൻ സാധിക്കുന്നത്, ഇവൻ പറയുന്നത്, ഞാൻ ധനവാൻ, എനിക്കൊന്നിനൊരു കുറവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പോകുകയാ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുകയാൽ.
ഞാൻ ധനവാൻ. ഇവന്റെ ചിന്ത, എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, എൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമില്ല, ശരീരത്തിന് കുഴപ്പമില്ല, കഴിക്കുന്ന ആഹാരത്തിന് കുഴപ്പമില്ല, നടക്കുന്ന നടപ്പിനോ ഉടുക്കുന്ന വസ്ത്രത്തിനോ ഒരു കുഴപ്പവുമില്ല. ഇവൻ പറയുന്നത് ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആത്മീയതയെ കൊണ്ട് അളക്കുന്നത് എന്താണെന്നറിയാമോ? ആഹാരത്തിനൊരു കുഴപ്പമില്ല. ഞാൻ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് ആഹാരം തരുന്നുണ്ട്, വഴികൾ തുറക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് നടത്തി തരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ആത്മീക മാനദണ്ഡമായിട്ട് അളക്കുന്നത്. ഇതൊന്നും അല്ലട്ടോ, ഇത് ദുഷ്ടന്മാർക്കും ദൈവം കൊടുക്കുന്നുണ്ട്. വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇത് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? മഞ്ഞും മഴയും. ഈ ദൈവത്തെയാണോ എല്ലാവരും ആരാധിക്കുന്നത്? യഹോവയായ ദൈവത്തെയാണോ എല്ലാവരും ആരാധിക്കുന്നത്? ആണോ പ്രിയ മക്കളെ? ഇല്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായി പാർക്കുമ്പോൾ ഫറവോൻ രാജകീയ അധികാരത്തിലും മിസ്രൈമെ ജന ആഡംബര ജീവിതത്തിലും ജീവിക്കുന്നവരാ. ഒന്ന് ആലോചിച്ചോളണം. ഇസ്രായേൽ ജനം മിസ്രൈമില് അടിമകളായിട്ട് ഇഷ്ടിക ചൂളയിൽ ആ ഇരുമ്പു ചൂളയിൽ കിടന്ന് അധ്വാനിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ജനം മുഴുവനും സമ്പുഷ്ടമായ തലത്തിൽ ആർഭാട ജീവിതം നയിച്ച് ഫറവോനും സൈന്യവും രാജകീയ അധികാരത്തിന്റെ മേൽത്തരമായ നിലവാരത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കഴിക്കുന്ന ആഹാരത്തിലും ഉടുക്കുന്ന വസ്ത്രത്തിലും കിടക്കുന്ന കിടപ്പാടത്തിലും ഒന്നുമല്ല നോക്കേണ്ടത്. സോദരം, ഒരു ദൈവകൃപ അതിലേക്കൊന്ന് മടങ്ങി വരട്ടെ പ്രിയമക്കളെ. ഇവിടെ കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് പറയുന്നതെല്ലാം ഇങ്ങനെയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എന്നെ ആരും ഭരിക്കുന്ന നിൽക്കണ്ട, എന്നെ ആരും ബുദ്ധിപദേശിക്കേണ്ട, എന്നെ ആരും നടത്താൻ ശ്രമിക്കേണ്ട, എന്നെ ദൈവം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ആമേശ്വത ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകോ. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അല്ല പ്രിയമക്കളെ, ഇവിടെ പറയുന്നത് ആമേശ്വതം നീ ദരിദ്രനും, വായിക്കുന്നത് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് നീ അറിയുന്നില്ല. എന്റെ കുഞ്ഞ്, നീ അറിയുന്നില്ല. നിന്റെ ചിന്ത നീ സമ്പന്നൻ. ആമേശ്വതം. അടുത്തത് നീ സമ്പന്നൻ, ധനവാൻ. ആമേശ്വതം. 17-ാം വാക്യം. ആമേശ്വതം ഒന്നിനും എനിക്കെന്തില്ല, മുട്ടില്ല. അപ്പൊ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് അപ്പൊ ഒന്നിനും മുട്ടില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആര് കൂടെ ഉണ്ടെന്ന ചിന്ത. പക്ഷെ ആള് കൂടെ ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആള് കൂടെ ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആമേശ്വതം. ഇതൊക്കെയും നിന്റെ തോന്നലായിരുന്നു. ഇവിടെ ശിംശോന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ സംഭവിച്ചു. അവൻ കരുതി എന്നും യഹോവയായ ദൈവം അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ് അവന്റെ ചിന്ത. പക്ഷേ അവൻ മുമ്പത്തെ പോലെ തന്നെ കുടഞ്ഞെന്ത് ചെയ്തു? എഴുന്നേറ്റു പ്രിയ മക്കളെ. പക്ഷെ അവനെ വിട്ട് യഹോവ പോയെന്ന് അവൻ അറിഞ്ഞില്ല കേട്ടോ. കാരണം ശിംശോന്റെ ആരോഗ്യത്തിൽ ഒരു ക്ഷീണം അവന് തോന്നിയില്ല. 100 ഗ്രാം ആരോഗ്യം കുറഞ്ഞു പോയതായിട്ട് അവന് ഫീൽ ചെയ്തില്ല. വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റിംഗ് മെഷീനിൽ നോക്കുമ്പോഴത്തേക്ക് 1 കിലോ കൂടുതലാണ്. 80 കിലോ ഉള്ള മനുഷ്യന് 81 കിലോ. സോദരം, ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, ആഹാരം കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല, നടക്കുന്ന നടപ്പിന് ഉടുക്കുന്ന വസ്ത്രത്തിനൊരു കുഴപ്പമില്ല. പക്ഷേ ശിംശോൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ കുടഞ്ഞെന്ത് ചെയ്തു? എഴുന്നേറ്റു. അവിടെയാ കുഴപ്പം. പ്രാർത്ഥന മുറിക്കകത്താ കുഴപ്പം. സോദരം, പഴയ പോലെ എന്ത് ചെയ്യുന്ന പറ്റുന്നില്ല. ഹൃദയം കൊണ്ട് ദൈവമായിട്ടൊരു ബന്ധം പുലർത്താൻ പറ്റുന്നില്ല. സോദരം, ആദം പറയുന്നുണ്ട്, എന്തോ ഒരു നാണം വരികയാ, മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുകയാ, ഞാൻ നഗ്നനെന്ന് എന്ത് ചെയ്യുകയാ, അറിയുകയാ. അതുകൊണ്ട് ഞങ്ങൾ നഗ്നരാകെ കൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയാ. നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? സ്വർഗത്തിൽ ദൈവം ചോദിക്കുകയാ, എന്തോ സംഭവിച്ചു. ദൈവമായിട്ടുള്ള കണക്ഷൻ, ബന്ധം ഇവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ആളറിഞ്ഞിട്ടില്ല. ഇന്നൊന്ന് തിരിഞ്ഞു നോക്കണം പ്രിയ മക്കളെ. പണ്ട് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് എല്ലാ സങ്കടങ്ങളും ദൈവസ്ഥലിൽ നിരത്തി എഴുന്നേൽക്കുമ്പോൾ നിറഞ്ഞ ഭാരത്തോടു കൂടിയായി ഇരിക്കുന്നത്. എഴുന്നേറ്റ് വരുമ്പോൾ ഫ്രഷായി. എന്നാ പ്രശ്നം മാറിയോ? മുമ്പിലുള്ള പ്രശ്നം അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അകത്ത് ഒന്ന് ഫീൽ ചെയ്യുകയാണ് പ്രശ്നമെല്ലാം മാറിയതായിട്ടാണ്. കുട്ട വിട്ടൊഴിഞ്ഞവളെ പോലെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്തോ ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നു, എന്തോ ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇരിക്കുന്നതിന്റെ ഇരട്ടി പ്രശ്നമായിട്ട് എഴുന്നേൽക്കുന്നത്.
ആമേ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇരുന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ആകുലതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒന്നും മാറുന്നില്ല. മുഖം വാടുന്നു, ആമേ ഹൃദയം ക്ഷീണിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അപ്പനുമായിട്ടുള്ള കണക്ഷൻ റേഞ്ച് കട്ടായി കിടക്കുക. ഒന്ന് മടങ്ങി വരണം. ഇവിടെ ഇവനെ അസഹ്യപ്പെടുത്തി. അവന്റെ ഉള്ളം അവളോട് ആമേ തുറന്നു പറഞ്ഞു. 20-ാം വാക്യം, 16-ന്റെ 20-ാം വാക്യം. പിന്നെ അവൻ ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ. ഇതാണ് നമ്മുടെ വാക്യം. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അമേശ്വത ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ഉടനെ അവൻ ഉറക്കമുണർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യെശയ്യാവ് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അറിഞ്ഞിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ നീ ദരിദ്രനും അരിഷ്ടനും നഗ്നനും കുരുടനുമാണ് എന്ന് നീ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം. ഇവിടെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ശിംശോനോട് പറയുന്നത്, ശിംശോൻ ഇതാ ഫെലിസ്ത്യർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടെന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞു കളയും എന്ന് വിചാരിച്ചു. സംഭവം അവിടെ വെച്ച് പാളിപ്പോയി. മുൻകാലങ്ങളിലൊക്കെയും എന്തെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും പ്രാർത്ഥനാ മുറിക്കകത്തിൽ നിന്ന് പ്രാപിച്ചിരുന്ന ദൈവ പൈതലേ, ഇന്നൊരു കൊച്ചു വിഷയം വരുമ്പോൾ നീ എന്തിനു ക്ഷീണിക്കുന്നു? നീ എന്തിന് കണ്ണുനീരൊഴുക്കുന്നു? നീ എന്തിനു ഭാരപ്പെടുന്നു? ആദ്യ നാളുകളിൽ പലതും ചോദിച്ചതെല്ലാം നീ ചോദിച്ച് ദൈവസ്ഥല നീതീകരണം പ്രാപിച്ച് വിലയേറിയ സാക്ഷ്യത്തോടെ എഴുന്നേറ്റ ദൈവ പൈതലേ, അപ്പന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടുമില്ല. സ്വന്തം നമ്മളാണ് അകന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലത്തൊന്ന് പുതുക്കിയെടുത്തുകൊണ്ട് അപ്പന്റെ അടുക്കലേക്കൊന്നും മടങ്ങി വരുക. എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടുമോ സ്വന്തം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരം. ഇവിടെ ഒരു സംഭവം സ്തോത്രം ഉണ്ടായി. അപ്പനും അമ്മയ്ക്കും ഈ പ്രതിമകൾ വളരെ ശ്രദ്ധിച്ചോളണുണ്ടോ. നമ്മൾ ആദ്യ നാടുകളിലൊക്കെ വിശ്വാസത്തിലൊക്കെ നിലനിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് മക്കളൊക്കെ ജനിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിരോധാഭ്യാസവും കൂടാതെ വണ്ണം നല്ല രീതിയിൽ ഹൃദയം പകർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ദൈവത്തിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും? സമർപ്പിക്കും. ഇവൻ ദൈവത്തിനുള്ളവനാണ്, ഇവൻ ദൈവത്തിനുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ചിലപ്പോൾ സഭയിലുള്ള വിശ്വാസികൾ കേൾക്കത്തില്ല, പാസ്റ്റർമാർ കേൾക്കത്തില്ല, സ്തോത്രം ആരും കേൾക്കത്തില്ല. പക്ഷെ അപ്പനും അമ്മയും ഇത് സ്വന്തം നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇതങ്ങനെ കിടക്കും. കൊച്ചു വളരും, പിള്ളേര് വളരും, വലുതാകും. ഇത് കഴിയുമ്പോൾ മാതാപിതാക്കൾ ഇക്കാര്യം മറന്നുപോകും. അപകടമാണ്. ഈ കൊച്ചു ജനിച്ച കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പനോടോ അമ്മയോടൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി. അപ്പൊ ഇവൻ ദൈവത്തിനുള്ളവനായിരിക്കണം, ഇവൻ നാസിർ ആയിരിക്കണം, ഇവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടിവിക്കരുത്, ഇവന്റെ അമ്മ സ്വതം മദ്യവും വീഞ്ഞും കഴിക്കരുത്, മുന്തിരിയിൽ നിന്നുണ്ടാകുന്ന ഒന്നും കഴിക്കരുത്, സൂക്ഷിക്കണം. എന്ന് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പലവട്ടം ദൈവത്തിന്റെ ദൂതൻ ഇവരുടെ കുടുംബത്തോട് അറിയിച്ചിട്ടുള്ള ദൂത. പക്ഷെ കൊച്ചു വളർന്നപ്പോൾ തലങ്ങൾ മാറി, സ്ഥിതിക്ക് മാറ്റം വന്നു. അപ്പനും അമ്മയും അത് മറന്നു. മകനെ ബോധ്യപ്പെടുത്തുവാനോ ആ തലത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരുവാനോ ശ്രമിച്ചില്ല. കേട്ടോ പ്രീതിമക്കളെ, നമ്മുടെ മക്കളൊക്കെ വളരുമ്പോൾ നമ്മൾ ഈ കാഴ്ചപ്പാടുകളെല്ലാം മാറും. ഈ പിള്ളേര് ഒരു പരിധി കൂടുതൽ മുന്നോട്ട് പോകത്തില്ല. കേട്ടോ, കുറിച്ചു വെച്ചു. ഇത് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ആമേൻ. ഇവൻ ശക്തനായ മനുഷ്യനായി വളരാൻ തുടങ്ങി. ഇവൻ ചെയ്യുന്നതെല്ലാം സാധ്യമാകാൻ തുടങ്ങി. അവൻ പറയുന്നതെല്ലാം പിടിച്ചെടുക്കാൻ തുടങ്ങി. ആമേശ്വത അപ്പനും അമ്മക്കും അത് ഭയങ്കര താല്പര്യമായി. ആമേശ്വത്രം ഇവൻ എന്തു പറഞ്ഞെന്നാൽ അത് സാധ്യമാക്കും. 1000 അങ്കി വേണോ, 100 അങ്കി വേണോ, അവരുടെ കുടുംബത്തിന് അതൊരു പ്രശ്നമായിരുന്നില്ല. ചെക്കൻ കൊണ്ടുവരും. ഒരു വയല് വേണോ, പിടിച്ചെടുത്തുകൊണ്ട് വരുവൻ. ഒരു രാജ്യത്തിന്റെ സ്വത പാതി വേണോ, അവനെടുക്കും. ഇതെല്ലാത്തിനും ശക്തനായിരുന്നു. പക്ഷേ ഇവര് ആ സത്യം നിരസിച്ചു, മറന്നു. കാണാം, നമുക്ക് വായിക്കാം. 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
ആമേൻ സ്തോത്രം. യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. മതി. ഇത് ആരോട് പറയുകയാണ്? ദൂതൻ ആരോട് പറയുക? ഈ സ്ത്രീയുടെ ആമേൻ ഭർത്താവിനോട്, മനോഹയോട് പറയുക. അപ്പൊ സ്ത്രീയോട് ഇതിനു മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മനോഹ അവൻ അല്ല, ആമേശ്വത 13 വാക്യം, യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെ അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ സ്ത്രീയോട് ദൂതൻ എന്ത് ചെയ്തിട്ടുണ്ട്? 4 വാക്യം, ആമേൻ 13 4 വാക്യം. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. മതി. അപ്പൊ സ്ത്രീയോട് ആദ്യമേ തന്നെ പറഞ്ഞു, കുഞ്ഞിനെ തരാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഇവൻ ദൈവത്തിന്റെ മകനായിരിക്കും, ഇവൻ ജനനം മുതൽ നാസിർ വ്രതക്കാരനായിരിക്കും. നീ ഒരു കാര്യം സൂക്ഷിക്കണം, നീ ശ്രദ്ധിക്കണം. ആമെ അശുദ്ധമായതൊന്നും ആമെ കഴിക്കരുത്. അശുദ്ധമായത്, മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് വീഞ്ഞും മദ്യവും നീ കുടിക്കരുത്. ഇതൊക്കെയും അന്ത്യം വരെയും അവരുടെ അന്ത്യം വരെയും സൂക്ഷിക്കേണ്ടതായിരുന്നു. ആമേ. എന്നാൽ അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ തന്നെ മകൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ശിംശോന്റെ ആയുസ് ദീർഘമായി മുന്നോട്ട് പോയില്ല. കാരണം സൂക്ഷിക്കേണ്ടവർ സൂക്ഷിച്ചില്ല, എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു. ആമേ സ്തോത്രം. പിന്നത്തേതിൽ ആമേ ആ കൊച്ചിനെ, ആ പയ്യനെ, ആ യവനക്കാരനെ അവർക്ക് കരത്തിൽ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ആമേ ഒരു സമയം, ഞാൻ എടുക്കുന്നില്ല, എൻ്റെ സമയം തീർന്നു. ഒരു സമയം ഇവർ വയലിലൂടെ സഞ്ചരിച്ചൊക്കെ, കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചൊക്കെ പോകുന്ന സമയത്ത് ഒരു സിംഹം വന്നു. ഇവൻ ശക്തനാണ്. സിംഹത്തെ ഇവൻ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു. പിന്നെ ആ വഴിയായി പോകുന്ന സമയത്ത് ഈ സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ച എന്ത് വെച്ചിരുന്നു? കൂട് വെച്ച് അതിനകത്ത് നല്ല തേൻകട്ട ഉണ്ടായിരുന്നു. ഇവൻ അത് കണ്ട് എടുത്ത് എന്ത് ചെയ്തു? കഴിച്ചു. ആർക്കും കൊടുത്തു? അവന്റെ അപ്പനും അമ്മക്കൊക്കെ കൊടുത്തു. അവരും എന്ത് ചെയ്തു? അന്വേഷണം നടത്തിയില്ല. മോനെ, ഇത് എവിടെ നിന്നാ കിട്ടിയത്? ഇതെവിടെ നിന്നാ കിട്ടിയത്? ഇത് ആരാ തന്നത്? എവിടെ നിന്നാ എടുത്തത്? ചോദിച്ചില്ല. അശുദ്ധമായത് ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്ന അമ്മ അത് ലംഘിച്ചു. ഇവനും അതുപോലത്തെ ഒരു കൽപ്പനയുള്ള പയ്യന തെറ്റ് ചെയ്തു. സംഭവിച്ചത്, അവൻ്റെതായ ആയുസ് അവൻ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശക്തി അവനെ വിട്ട് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ തീരുമാനങ്ങളെല്ലാം സ്ഥിരത ഉള്ളതായി തീരട്ടെ. പുതിയ നിയമത്തിൽ പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ. 2 പത്രോസ് ആമേ 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ആമേ ഇങ്ങനെ നമ്മൾ വായിച്ചു, ഒന്ന് ഓടിച്ചു പോയി. ആ വാക്യം ഒന്നും കൂടി വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഞാൻ അതിനകത്ത് 3 കാര്യം എടുക്കുകയാണ്. സ്നേഹം, സഹോദരം, സ്ഥിരത, ഇന്ദ്രിയ ജയം. ഇത് ആ ഫാമിലിക്കകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശിംശോന്റെ കുടുംബത്തിൽ പറ്റിയൊരു അബദ്ധം പുതിയ നിയമ ദൈവസഭക്കകത്ത് സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ പത്രോസ് എഴുതി, ഇത് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുത്തുകൊള്ളണം, ഇത് നിങ്ങൾ കൂട്ടിക്കൊള്ളണം. ശക്തനായ ഒരു മനുഷ്യൻ തകർന്നു പോയതിൻ്റെ ചരിത്രം കിടക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് കേട്ടോ പ്രിയ മക്കളെ. എടുക്കുന്ന തീരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകണം. വെറുതെ ഒന്നും ദൈവസന്നിധിയിൽ ഒന്നും പറഞ്ഞേക്കരുത്. ജീവിതത്തിൻ്റെ അന്ത്യം വരെയും കിടന്ന് വട്ടം കറങ്ങുന്നതല്ലാതെ ആമേശ്വരം കൂടെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളോ, ആമേശ്വരം മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരോ, നിങ്ങൾക്ക് മുഖപരിചയമുള്ള ദൈവഭൃത്യന്മാരോ, അല്ലെങ്കിൽ കൂടെയുള്ള വീട്ടിലുള്ള ആരും
നിങ്ങൾക്കൊരു തടസ്സമല്ല. നിങ്ങളുടെ അതരങ്ങൾ കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലാണെന്നൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. വല്ല വിധേനയും വല്ലതും പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെതായ താളുകളിൽ തകർച്ചകൾ വന്നു വീണാൽ സ്വർഗത്തിലെ ദൈവം ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് മുഖപരിചയമുള്ള ആരും തന്നെ അതിന് ഉത്തരവാദിയല്ല. അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ആമേ സ്തോത്രം, അതിവേഗത്തിലൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. ആമേ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണെന്നുള്ള ഒരു ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എടുക്കുന്ന തീരുമാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. ആമേശ്വത അതിനെ ഉറപ്പുവരുത്തി മുന്നോട്ട് യാത്ര ചെയ്യണം. ഇവിടെ ആമേശ്വത അവനെ വിട്ട് യഹോവ പോയി എന്ന് തിരിച്ചറിയാതെ അവൻ മുമ്പിലത്തെ പോലെ തന്നെ എന്ത് ചെയ്തു, കുടഞ്ഞ് എഴുന്നേറ്റു. 21-ാം വാക്യം, 16-ന്റെ 21-ാം വാക്യം. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് ഗസ്സയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ശത്രുവിന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമാക്കി അവരവൻ തീർത്തു. അവനെ അവരുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. അവന്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ചു. മാവ് ആട്ടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നലെ കഴിഞ്ഞ സമയം വരെയും ശക്തനായ മനുഷ്യനായിരുന്നു. ഇന്ന് ആ ശക്തി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. മടങ്ങി വരാം. എവിടെയാണ് നീ ശക്തി പ്രാപിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ പിശാച് നിൻ്റെതായ മേഖലകളെ അടച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞൊന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മ ബുദ്ധി ഉപദേശി കണ്ണുകളടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദലീല അവനെ മാനസികമായിട്ട് ദിനം പ്രതി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിനം പ്രതി. കേട്ടോ പ്രിയ മക്കളെ, അമ്മ സ്വന്തം കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് പുറകിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക. അമ്മ ഒരു സമയവും നിന്റെ ഹൃദയം ഫ്രീ ആക്കി വിടാതെ വണ്ണം ഒന്നിന് പുറകെ ഒന്നൊന്നായി വിഷയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട വിത്ത് വളരാതിരിക്കാൻ കട്ട പൊക്കി വെക്കുന്നത് പോലെ അമേശ്വത പ്രാർത്ഥന ജീവിതത്തിന്റെ തലത്തിലേക്കൊന്ന് കടന്നു കയറാൻ കഴിയാതെ വണ്ണം ശത്രുവായവൻ നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയത്തക്ക നിലവാരത്തിൽ മീതക്ക് മീത കട്ടയെടുത്ത് വെച്ചിരിക്കുന്ന കട്ടയെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിലും എഴുന്നേറ്റ് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളോട് ബുദ്ധിപദേശിക്കുകയാ. നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയാൻ ദിനം പ്രതി അവൻ നിനക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാ. ശിംശോൻ പിന്നെയും പ്രാർത്ഥിച്ചു. അവന്റെ മുടി പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്വതം ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് രാത്രികാലം അപ്പാ എന്റെ ജീവിതത്തിൽ സ്വതം ദിനം പ്രതി എന്നെ അസഹ്യപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. അതെല്ലാം ഞാൻ കുടഞ്ഞെഴുന്നേൽക്കുകയാ. ഇന്ന് എനിക്കൊരു ജയം ആവശ്യമാ. ശത്രുവിന്റെ പദ്ധതികളെ തകർത്തു കളഞ്ഞുകൊണ്ട് ആത്മാവിന്റെ പുതുബലത്തിൽ ജാഗരിക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കേട്ടോ പ്രിയ മക്കളെ, ചില കെട്ടുകളെ, ചില ബന്ധനങ്ങളെ പരിശുദ്ധ ദൈവം പൊട്ടിച്ചു കളയുകയാണ്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തിക്ക് വിരോധമായി പ്രബലപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു കളയുകയാണ്. തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയിൽ ശക്തി വെളിപ്പെടട്ടെ, ആരാധനയിൽ ശക്തി വെളിപ്പെടട്ടെ, ഉപവാസത്തിൽ ശക്തി വെളിപ്പെടട്ടെ, വചന ധ്യാനത്തിൽ ശക്തി വെളിപ്പെടട്ടെ, ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.